ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മത്സര പരീക്ഷകളിൽ സ്ഥിരം ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള എല്ലാ സയന്റിഫിക് നെയിംസും നമ്മൾ കോഡിലൂടെ വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ഇന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. സയന്റിഫിക് നെയിംസ് മത്സര പരീക്ഷകളിൽ സ്ഥിരം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പല ആൾക്കാരും സ്കിപ്പ് ചെയ്യാറുമുണ്ട്. കാരണം ചിലതൊക്കെ വന്നിട്ട് കണക്ട് ചെയ്യാനൊക്കെ പാടായതുകൊണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. ഈ ക്ലാസ്സിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് വൈൽഡ് അനിമൽസ് ആണ്. യവന്മാരെല്ലാം മാന്തുന്ന സ്വഭാവക്കാരാണ് എന്ന് ഓർത്തോളൂ. വൈൽഡ് അനിമൽസിന്റെ കൂട്ടത്തിൽ മാന്തുന്ന സ്വഭാവം കൂടുതലുള്ള കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് എന്ന് ഓർത്തോളൂ. മാന്തുന്നു, മാന്തറോ, പാന്തറോ, അതാണ് മാന്തറോ എന്ന് ഓർത്തോളൂ. യെസ്, ലയൺ, സിംഹം. സിംഹത്തിന്റെ സയന്റിഫിക് നെയിം പാന്തറ ലിയോ എന്നാണ്. ലയണിൽ തന്നെ ലിയോ എന്ന് നമുക്ക് ഓർത്തു വെക്കാം. ലയൺ, ലിയോ, ഈസി അല്ലേ? അതിന്റെ കൂട്ടത്തിൽ മാന്തുന്ന ലയൺ, അതാണ് മാന്തറോ, പാന്തറോ. പാന്തറോ ലിയോ. അങ്ങനെയാണെങ്കിൽ ടൈഗറിന്റെ സയന്റിഫിക് നെയിംസ്, ടൈഗറും മാന്തുന്നവനാണ്. പാന്തറോ ടൈഗ്രിസ്. ടൈഗ്രിസ്. കണക്ട് ആവില്ലേ? എങ്കിൽ അതിന്റെ കൂട്ടത്തിൽ പാന്തറോ, മാന്തുന്ന ടൈഗർ, അതാണ് പാന്തറോ ടൈഗ്രിസ്. അങ്ങനെ ഓർത്തോളൂ. അങ്ങനെയെങ്കിൽ ലെപ്പേഡിന്റെ സയന്റിഫിക് നെയിംസ്, അവനും മാന്തുന്നവനാണ്. പാന്തറോ, എന്നിട്ട് ആ ലെപ്പേഡിലെ പാഡ് ഉണ്ടല്ലോ, അതാണ് ഈ പാർഡസ്. പാന്തറോ പാർഡസ്. മാന്തുന്ന ലെപ്പേഡാണ് പാന്തറോ പാർഡസ്. അങ്ങനെയെങ്കിൽ ജാഗോർ, അവനും മാന്തുന്നവനാണ്. പാന്തറോ ഉങ്ക. ജാഗോറിന്റെ സയന്റിഫിക് നെയിം ആണ് പാന്തറോ ഉങ്ക. പാന്തറോ ഉണ്ടോ എന്ന് ഓർത്തോളൂ. പാന്തറോ ഇന്ത്യയിൽ ഇല്ല. പാന്തറോ ജാഗോർ ഇന്ത്യയിൽ ഇല്ല. ഇത് എന്താണ്, പുലിയുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നുണ്ടെങ്കിലും ഇന്ത്യയിലില്ല. കൂടുതലും അമേരിക്കയിലും അർജന്റീന, മെക്സിക്കോ ആ ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്. ഇന്ത്യയിലുള്ളതാണെങ്കിൽ പുള്ളി ഇന്ത്യയിലുണ്ട്, അതാണ് ലെപ്പേഡ്. അങ്ങനെയെങ്കിൽ ചീറ്റ ഇന്ത്യയിലുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചീറ്റ ആഫ്രിക്കക്കാരനാണ്. ഇതാണ്, നോക്കിക്കോ, ഇവനാണ് ചീറ്റ. ഇവനാണ് ജാഗോർ. ഇവനാണ് ഇന്ത്യയിലുള്ള ലെപ്പേഡ്. ജാഗോറിന് കുറച്ചും കൂടെ വലിയ പുള്ളികളാണ് മറ്റേ രണ്ടിനെയും വെച്ച് നോക്കുമ്പോൾ. മറ്റേ രണ്ടും മെലിഞ്ഞിട്ടുള്ളതാണ്. ചീറ്റയ്ക്ക് ഇതായി മുഖത്തിന്റെ അവിടെ ഒരു വരയുണ്ടാവും. ചീറ്റയാണ് ഏറ്റവും വേഗത്തിൽ ഓടുന്ന ജീവി. ആക്സിലേറ്റർ കൊടുത്തതുപോലെയാണ് അങ്ങ് പോകുന്നത്. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ ചീറ്റ പോകും. അപ്പോൾ അതിൽ നിന്നും അതിന്റെ സയന്റിഫിക് നെയിംസ് നമുക്ക് കണക്ട് ചെയ്യാം. ചീറ്റയുടെ സയന്റിഫിക് നെയിം അസിനോണിക്സ് ജുബാറ്റസ്. ചീറ്റയുടെ സയന്റിഫിക് നെയിം അസിനോണിക്സ് ജുബാറ്റസ്. അസിനോണിക്സ്, ആക്സിലേറ്റർ കൊടുത്താൽ അറ്റം വരെ പോകും എന്നോർത്തോളൂ. ഏറ്റവും വേഗതയുള്ള ജീവിയാണ് ചീറ്റ. അപ്പോ ജാഗോർ പുള്ളിയൊക്കെ പോലെ കണ്ടാൽ തോന്നിക്കുമെങ്കിലും കുറച്ചും കൂടെ ദൃഢമായിട്ടുള്ള മസിലാണ് ഇവയ്ക്ക്. കടുവയുമായിട്ട് സാദൃശ്യമുണ്ട്. ഇരപിടിക്കുന്ന രീതിയിലും എല്ലാം. എന്നാൽ അത്രയും വലിപ്പമില്ല. പക്ഷെ ഈ പുലികളുടെ ഈ കൂട്ടത്തില്, പുള്ളിയുള്ള മൃഗങ്ങളുടെ കൂട്ടത്തില് ഇത്തി വെയിറ്റും സൈസും ഒക്കെ കൂടുതൽ ജാഗോറിനാണ്. ചീറ്റ കുറച്ചും കൂടെ മെലിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഓടാനായിട്ട് കഴിയുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള പുള്ളി. മൃഗയ സിനിമയിലെ മമ്മൂക്ക വാറുണ്ണിയായിട്ട് വന്ന് പിടിക്കാൻ വേണ്ടി നോക്കുന്നില്ലേ, അതാണ് അവൻ. ലെപ്പേഡ്. അതിലെ ആ പാഡാണ് പാന്തറോ പാർഡസ്. എന്നാൽ ചീറ്റയിൽ വന്നിട്ട് പാന്തറോ ഇല്ല. ചീറ്റ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അറ്റം വരെ പോകും. അതാണ് അസിനോണിക്സ് ജുബാറ്റസ്. അല്ലേ? സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത് നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം. പാന്തർ, കരിമ്പുലി. ഇവനൊരു പ്രത്യേക വിഭാഗം ഒന്നും അല്ല. ഈ ലെപ്പേഡ്, ജാഗോർ ഒക്കെ ഇല്ലേ, അവയുടെ ശരീരത്തിലെ ത്വക്കില്
മെലാനിന്റെ അളവ് ക്രമരഹിതമായിട്ട് വർദ്ധിച്ച് ഇങ്ങനെ ഈ കറുത്ത കളറിലായി പോയതാണ്. ഓക്കെ, കരിമ്പുലി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നുകിൽ ലെപ്പേഡ് മെലാനിന്റെ അളവിൽ മാറ്റം വന്നിട്ട് ഇങ്ങനെ ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ ജാഗ്വർ ഇങ്ങനെ ആവുന്നതാകാം. ഓക്കെ, ചീറ്റയിൽ ഇങ്ങനെ ഒരു എന്താണ് മെലാനിൻ കൂടിയിട്ട് ഇങ്ങനെ ഒരു കരിമ്പുലി എന്ന് വിളിക്കുന്ന പോലെ ചീറ്റ അങ്ങനെ മാറാറില്ല. ഈ ലെപ്പേഡും എന്താണ് ജാഗ്വറുമാണ് ഇങ്ങനെ കരിമ്പുലിയായി മാറുന്നത് എന്ന് ഓർത്തോളൂ. അത് പ്രത്യേക ജീവി വിഭാഗമൊന്നുമല്ല. ഓക്കെ, ശരീരത്തില് നിറം നൽകുന്നത് മെലാനിനാണ്, ത്വക്കിലെ മെലാനിനാണ്. അതിന്റെ അളവ് കൂടുമ്പോൾ ഇങ്ങനെ കറുത്ത് കാണപ്പെടുന്നതാണ് എന്നും ഓർത്തോളൂ. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ പീകോക്ക്, പീകോക്ക്. ഓക്കെ, പീകോക്ക് ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ്. 1963 മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാവുന്നത്. അപ്പോ ഒരു വലിയ സ്റ്റാറ്റസ് ഒക്കെ ഉള്ളൊരു ജീവിയാണ്, പക്ഷെ പാവവുമാണ്. അതുകൊണ്ട് അതിന്റെ സയന്റിഫിക് നെയിം പാവോ ക്രിസ്റ്റാറ്റസ്. ഓക്കെ, പാവോ ആണ്, വലിയ സ്റ്റാറ്റസും ഉണ്ട്. അത് ക്രൈ ചെയ്യും പോലെയാണ് മയില് കരയുന്നത്. പൂച്ചയുടെ ഒക്കെ സൗണ്ട് പോലെയാണ് മയിലിന്റെ ശബ്ദം. കേട്ട് നോക്കിയാൽ മതി. അപ്പോ പാവോ ആണ്, ക്രൈ ചെയ്യും, എന്നാൽ വലിയ സ്റ്റാറ്റസും ഉണ്ട്. അതുകൊണ്ട് പാവോ ക്രിസ്റ്റാറ്റസ്, പാവോ ക്രിസ്റ്റാറ്റസ്, പാവോ ക്രിസ്റ്റാറ്റസ്. അങ്ങനെയെങ്കിൽ എലിഫന്റ്, എലിഫന്റ്, എലിഫന്റ് കരയിലെ ഏറ്റവും വലിയ ജീവിയാണല്ലേ. ഓക്കെ, അങ്ങനെ മാക്സിമം വളരും എന്നോർത്തോളൂ. അപ്പോ എലിഫന്റ്, എലിഫസ് മാക്സിമസ്, എലിഫസ് മാക്സിമസ്, മാക്സിമം വളരുന്ന എലിഫന്റ്, എലിഫസ് മാക്സിമസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ കാറ്റ്, 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 കാറ്റിന്റെ ഓക്കെ ബന്ധുക്കളെല്ലാം വന്നിട്ട് വൈൽഡ് അനിമൽസ് ആണ്. എന്നാൽ കാറ്റ് ഡൊമസ്റ്റിക് അനിമൽ ആണ്. കാറ്റ് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എലി. ഓക്കെ, അപ്പോ എലിയെ തിന്നുന്ന ഡൊമസ്റ്റിക് അനിമൽ ആണ് ഫെലിസ് ഡൊമസ്റ്റിക്ക, ഫെലിസ് ഡൊമസ്റ്റിക്ക, ഫെലിസ് ഡൊമസ്റ്റിക്ക. അപ്പൊ കാറ്റ് ഫെലിസ് ഡൊമസ്റ്റിക്ക, ഫെലിസ് ഡൊമസ്റ്റിക്കയാണ് കാറ്റിന്റെ സയന്റിഫിക് നെയിംസ്. അങ്ങനെയെങ്കിൽ ഡോഗിന്റെ ആണെന്നുണ്ടെങ്കിലോ? ഓക്കെ, ഡോഗ് ഫാമിലിക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ആളാണല്ലേ, ഫാമിലിക്ക്. ഓക്കെ, അപ്പോ ഈ ഡോഗിന്റെ പേരാണ് കാൻ, കാൻ. ഓക്കെ, കാനിസ് ഫെമിലിയാരിസ്, കാനിസ് ഫെമിലിയാരിസ്. ഓക്കെ, ഫാമിലിക്കൊക്കെ പ്രിയപ്പെട്ട കാനിസ് എന്ന് പറയുന്ന ഡോഗാണ് എന്നോർത്തോളൂ. അപ്പൊ കാനിസ് ഫെമിലിയാരിസ്. ഓക്കെ, വീട്ടിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഡോഗാണ്. അപ്പോ ഫാമിലി, ഫാമിലി ഇതിലുണ്ട്, ഫാമിലിയാരിസ്. ഡോഗിന്റെ പേരാണ് കാനിസ്, കാനിസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് കരിമീൻ നോക്കാം. കരിമീൻ പേൾ സ്പോട്ട് ഫിഷ് ആണ്, പേൾ സ്പോട്ട് ഫിഷ് ആണ്. ദാണ്ട ഇവിടെ ഒരു കറുത്ത മുത്ത് പോലത്തെ ഒരു പേള് പോലത്തെ ഒരു മുത്തുണ്ട് കരിമീനിന്, പിന്നെ കുറച്ച് വരകളുണ്ട്. ഓക്കെ, അതാണ് കരിമീനിനെയും സാധാരണ ഈ സിലോപ്പി, പള്ളത്തി എന്ന് പറയുന്ന മീനുകൾക്കും കരിമീനും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് കരിമീന്. അപ്പോ പേൾ സ്പോട്ട് ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ക്രോമൈഡ് എന്നും അറിയപ്പെടുന്നു. എങ്കിൽ കരിമീനിന്റെ സയന്റിഫിക് നെയിം എട്രോപ്ലസ് സുറാറ്റൻസിസ്, എട്രോപ്ലസ് സുറാറ്റൻസിസ്. നമുക്ക് കോർഡിനേറ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാം. വില എത്ര പ്ലസ് ചെയ്തിരുന്നാലും ഓക്കെ, സുര എന്ന് പറയുന്ന ആളുണ്ട്, സുരയ്ക്ക് 10 കരിമീന് വേണം. ഓക്കെ, വില റേറ്റ് എത്ര പ്ലസ് ആയാലും സുര 10 സിസ്, സുരയ്ക്കും 10 വേണം, സിസിനും വേണം. അതാണ് സുര 10 സിസ്. ഓക്കെ, എട്രോ പ്ലസ് സുര 10 സിസ് കരിമീന്. എട്രോ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില എത്ര പ്ലസ് ചെയ്തിരുന്നാലും സുരയ്ക്ക് 10 പിന്നെ സിസിനും വേണം. അതാണ് സുര 10 സിസ്. ഓക്കെ അല്ലേ? കണക്ട് ആവില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത് നോക്കേണ്ടതാണ് ഹൈന, ഹൈന. ഓക്കെ, കഴുതപ്പുലി. ഓക്കെ, കഴുതപ്പുലി എന്ന് പറയും. അതില് വേറൊന്നുമില്ല, ഹയാനിഡേ ഇങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ എന്ന് ഞാൻ കരുതുന്നു. ഹൈനയുടെ സയന്റിഫിക് നെയിം അതിൽ തന്നെയുണ്ട്, ഹയാനിഡേ, ഹയാനിഡേ. ഓക്കെ, ഹൈന നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഓക്കെ മുതുമല ഫോറസ്റ്റ് ഏരിയയിലാണ്. തെങ്ക് മരഹത എന്ന് പറയുന്ന സ്ഥലത്താണ് സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. അല്ലാതെ ഇന്ത്യയിൽ ഹൈന ധാരാളം സ്ഥലങ്ങളിൽ കാണാറുണ്ട്. ഇതാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഹൈന, സ്ട്രിപ്ഡ് ഹൈന എന്ന് അറിയപ്പെടും. ഇതാണ് ഓക്കെ സ്പോട്ടഡ് ഹൈന. ഇനി ബ്രൗൺ ഹൈനയും കൂടെ ഉണ്ട്. ഓക്കെ, സാധാരണ ഒരു 44 മുതൽ 55 കിലോഗ്രാം ഭാരം വരെയാണ് ഇതിനുള്ളത്. ചതിയനായിട്ടുള്ള മൃഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹൈനയാണ്. അപ്പൊ ഒന്നുമില്ല, ഹൈനയുടെ സയന്റിഫിക് നെയിം ഹൈന, ഹയാനിഡേ എന്ന് ഓർത്തോളൂ. അങ്ങനെയെങ്കിൽ ഹൗസ് ഫ്ലൈ, ഈച്ച. ഓക്കെ, മസ്ക ഡൊമസ്റ്റിക്ക, മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ, ഡൊമസ്റ്റിക്കിലൊക്കെ കാണപ്പെടുന്ന ഹൗസ് ഫ്ലൈ മസ്ക ഡൊമസ്റ്റിക്ക. അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മസ്കറ്റ് ഉണ്ട് എന്ന് ഓർത്തോളൂ. മസ്കറ്റ്, മസ്കറ്റ്, അതാണ് മസ്ക ഡൊമസ്റ്റിക്ക. അല്ലാന്നുണ്ടെങ്കിൽ ഹൗസ് ഫ്ലൈ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തോളൂ, ഈച്ചയല്ലേ. ഓക്കെ, ഡൊമസ്റ്റിക് മാർക്കറ്റിലൊക്കെ കൂടുതലുള്ളത്, ഡൊമസ്റ്റിക് മാർക്കറ്റില് ചന്തയിലൊക്കെ ധാരാളം ഈച്ച കാണുമല്ലേ. അപ്പോ അങ്ങനെ ഓർത്തോളൂ, ഹൗസ് ഫ്ലൈ മസ്ക, മാർക്കറ്റ് മസ്ക എന്നോർത്തോളൂ. ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ളത്
ഹൗസ് ഫ്ലൈ ഈച്ചയാണ്. അങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പൊ ഈച്ച ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ധാരാളം ഉണ്ട് എന്നോർത്തോളൂ. അപ്പൊ മസ്ക ഡൊമസ്റ്റിക്ക. അങ്ങനെയെങ്കിൽ ഗ്രേറ്റ് ഹോൺബിൽ, ഓക്കെ, കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പൽ. ഓക്കെ, അതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂസറസ് ബൈകോർണിസ് എന്നാണ്. ബ്യൂസറസ് ബൈകോർണിസ്, മലമുഴക്കി വേഴാമ്പൽ. ഓക്കെ, മഴ പെയ്യുമ്പോഴത്തേക്കുമാണ് ഈ വഴിയാണ് അത് വെള്ളം കുടിക്കുന്നത്. അപ്പൊ അതുവരെ അതിങ്ങനെ സൈറം മുറക്കിക്കൊണ്ടിരിക്കും. എപ്പോ മഴ വരും, എപ്പോ വെള്ളം കുടിക്കാം. അതാണ് ബ്യൂസറസ്, അതാണ് സൈറം മുഴക്കി, മലമുഴക്കി. അതാണ് ഈ ബ്യൂസറസ്, ബ്യൂസറസ് അത് സൈറം എന്നോർത്തോളൂ. മലമുഴക്കി അതാണ് ഈ സൈറം, സൈറം മുഴക്കി. രണ്ട് കോണിലും ബൈകോർണിസ്, ബൈകോർണിസ് രണ്ട് കോണിലും, മലയുടെ രണ്ട് കോണിലും നോക്കിയാണ് മുഴക്കുന്നതെന്നും കൂടെ ഓർത്തോളൂ. അപ്പോ സൈറം രണ്ട് കോണിലും നോക്കി മലയിലേക്ക് മുഴക്കി നിൽക്കുന്നതാണ് മലമുഴക്കി വേഴാമ്പൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ഹോൺബിൽ. ഓക്കെ, ബ്യൂസറസ് അത് സൈറമാണെന്ന് ഓർത്തോളൂ. എങ്ങോട്ടാണ് സൈറം വിളിക്കുന്നത്? രണ്ട് കോണിലോട്ടും. ബൈകോർണിസ്, ബൈ എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ, അപ്പൊ ബൈകോർണിസ് രണ്ട് കോണിലോട്ടും നോക്കി സൈറം മുഴക്കുന്ന ാണ് മലമുഴക്കി വേഴാമ്പൽ. അതാണ് അതിന്റെ സയന്റിഫിക് നെയിം. ഇങ്ങനെ കണക്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ കോബ്ര, കോബ്ര മൂർഖൻ അല്ലേ. മൂർഖൻ വരുമ്പോഴത്തേക്കും ഹിന്ദിക്കാരൊക്കെ മൂർഖന്റെ അടുത്തോട്ട് പോരുതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നാജ, നാജ, നാജ അല്ലേ. അതാണ് നാജ, നാജ. ഓക്കെ, നാജ, നാജ. കോബ്ര, നാജ, നാജ. ഓക്കെ, ഹിന്ദിക്കാരെ ഓർത്താൽ മതി. മൂർഖന്റെ അടുത്ത് പോകുമ്പോൾ നാജ, നാജ എന്ന് പറയും എന്നോർത്തോളൂ. അപ്പൊ കോബ്ര, നാജ, നാജ. ഓക്കെ അല്ലേ. അങ്ങനെയെങ്കിൽ ലയൺ ടെയിൽഡ് മക്കാക്കി, സിംഗവാലൻ കുരങ്ങ്. ഓക്കെ, മക്കാക്കെ സിലനസ് എന്നാണ് സിംഗവാലൻ കുരങ്ങിന്റെ സയന്റിഫിക് നെയിം. മക്കാക്കെ സിലനസ്. ഓക്കെ, ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ്. അതിലെവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈലന്റ് വാലിയിലാണ് കേരളത്തിലുള്ളത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ്. പാത്രക്കടവ് പദ്ധതി വന്നത് കുന്തിപ്പുഴയിലാണ്. അപ്പോ മക്കാക്കെ സിലനസ് ഇതിലുണ്ട്. സൈലന്റ് വാലിയാണ് ഈ സിലനസ്. ഓക്കെ, സൈലന്റ് വാലിയില് ഇതാ മക്കാക്കയാണ്. ഓക്കെ, ലൈൻ ടെയിൽഡ് മക്കാക്കെ. സൈലന്റ് വാലിയിൽ മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് ലൈൻ ടെയിൽഡ് മക്കാക്കെ. അങ്ങനെ ഓർത്തോളൂ. അപ്പോ മക്കാക്കെ മക്കളൊക്കെ ആയിട്ട് സൈലന്റ് വാലിയിൽ ജീവിക്കുന്നതാണ് മക്കാക്കെ സിലനസ്. അതാണ് ലൈൻ ടെയിൽഡ് മക്കാക്കെ. സൈലന്റ് വാലിയിൽ ഇത് ജീവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് വെടിപ്ലാവ് എന്നറിയപ്പെടുന്നത്. ആ പ്ലാവിനത്തിൽപ്പെട്ട ഒരു മരമാണ്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോ മക്കാക്കെ സിലനസ്, മക്കളൊക്കെ ആയിട്ട് സൈലന്റ് വാലിയിലുള്ളതാണ് ഈ സൈലന്റ് മക്കാക്കെ സിലനസ്. ഓക്കെ അല്ലേ. അങ്ങനെയെങ്കിൽ ഫ്രോഗ്, ഫ്രോഗിന്റെ സയന്റിഫിക് നെയിം ആണ് റാണ ഹെക്സ ഡക്ടൈലസ്. റാണ ഹെക്സ ഡക്ടൈലസ്. ഫ്രോഗിന്റെ പേര് ഏതിൽ റാണ കൂടി വന്നു കഴിഞ്ഞാൽ അതിൽ ഫ്രോഗ് ഉണ്ട് എന്നോർത്തോളൂ. റാണ ഹെക്സ ഡക്ടൈലസ്. റാണ ഹെക്സ ഡക്ടൈലസ് ആണ് ഫ്രോഗിന്റെ സയന്റിഫിക് നെയിം. ഫ്രോഗിന്റെ സയന്റിഫിക് നെയിമിലുള്ള ഈ റാണ പോലത്തെ ഒരു പേര് ഉണ്ടാവും. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അങ്ങനെയെങ്കിൽ പീജിയൻ പ്രാവ്. ഓക്കെ, കൊളംബിയ ലിബിയ, കൊളംബിയ ലിബിയ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ ഈ കുളത്തിലൊക്കെ കുളിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കാണ് കൂടുതലായിട്ട് ഈ പ്രാവുകളെ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ കൊളംബിയ ലിബിയ. അപ്പൊ കുളത്തിനടുത്താണ് ലീവ് ചെയ്യുന്നത്, കുളത്തിനടുത്താണ് താമസിക്കുന്നത് ഈ പ്രാവുകൾ എന്നോർത്തോളൂ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ നമ്മൾ കുട്ടിക്കാലത്ത് ഈ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഈ പ്രാവിനെ കാണപ്പെടുന്നത് കുളത്തിനടുത്താണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചത് എന്താണ്? കൊളംബിയ ലിബിയ, ഇത് കുളത്തിനടുത്താണ് ലീവ് ചെയ്യുന്നത്, താമസിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് ബീർ, കരടി. ഓക്കെ, കരടിയുടെ സയന്റിഫിക് നെയിം അർസിഡേ കാർണിവോറ. ഓക്കെ, അർസിഡേ കാർണിവോറ. കാർണിവോറ പേരിന്റെ കൂട്ടത്തിൽ ഒരു കാർണിവോറ ഉണ്ട്. കാർണിവോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസബുക്ക് എന്നാണ്. യഥാർത്ഥത്തില് കരടി മാംസബുക്കാണോ? അല്ല. ഓക്കെ, ഓംനിവോറസ് ആണ്. ഓംനിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യബുക്കുമാണ്, മാംസബുക്കുമാണ്. കരടി തേനൊക്കെ കരടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അതുപോലെ തന്നെയാണ് കരടി മാംസവും കഴിക്കും. ഓക്കെ, എന്നാൽ മാംസം മാത്രം കഴിക്കുന്ന കരടിയുണ്ട്, അവനാണ് ധ്രുവക്കരടി. ഓക്കെ, മാംസവും തേനും കഴിക്കുന്ന കരടിയാണ് സാധാരണ നമ്മളെ കാട്ടിലൊക്കെ കാണപ്പെടുന്നത് ഇവൻ. എന്നാൽ ഓക്കെ, സസ്യാഹാരം മാത്രം കഴിക്കുന്ന കരടിയാണ് ഇവൻ, ജയന്റ് പാണ്ഡേ. ജയന്റ് പാണ്ഡേ. ഓക്കെ, അപ്പോ കരടിയുടെ പേരിന്റെ കൂട്ടത്തിൽ കാർണിവോറ ഉണ്ട് എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കരടി കോമൺ ആയിട്ട് കാണപ്പെടുന്ന കരടി ഓംനിവോറസ് ആണ്. ഓക്കെ, അപ്പോ മാംസം മാത്രം കഴിക്കുന്ന മൃഗങ്ങളെ പറയുന്നത് കാർണിവോറ എന്നാണ്. മാംസം കാർന്നു തിന്നുന്നു എന്നോർത്തോളൂ.
എങ്കിൽ മാംസവും സസ്യാഹാരവും കഴിക്കുന്നവർ ഒംനിവോറസ്. മനുഷ്യന് ഓർത്താൽ മതി, ഒമ്നി വാനൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്തല്ലേ നമ്മൾ ടൂർ പോകുമ്പോഴത്തേക്കും മാംസവും കാണും ചോറും കാണും. ഓക്കെ, അങ്ങനെ ഒമ്നി വാനിനുള്ളിരുന്ന് കഴിക്കുന്ന മനുഷ്യനെ ഓർത്തോ ഒംനിവോറസ്. ഓക്കെ, എങ്കിൽ സസ്യം മാത്രം കഴിക്കുന്നത് ഹെർബിവോറസ്. സസ്യം എന്ന് പറഞ്ഞാൽ ഹെർബൽ അല്ലേ, ഹെർബൽ, അത് കഴിക്കുന്നത് ഹെർബിവോറസ്. വോറസ് എന്ന് പറഞ്ഞാൽ ഓറലായിട്ട് ഫുഡ് കഴിക്കുന്നത് ഓർത്തോളൂ, ഹെർബിവോറസ്. ഓക്കെ, അപ്പോൾ കാർണിവോറസ്, ഒംനിവോറസ്, ഹെർബിവോറസ് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ക്രോയുടെ സയന്റിഫിക് നെയിം ആണ് കോർവസ് സ്പ്ലെൻഡൻസ്. കോർവസ് സ്പ്ലെൻഡൻസ്, കോർവസ് സ്പ്ലെൻഡൻസ്. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും സ്പ്ലെൻഡർ ബൈക്കിലാണ് പോകുന്നതെന്ന് ഓർത്തോളൂ. നമ്മൾ ഒരു പരീക്ഷ ഉണ്ട് എന്ന് തന്നെ ഓർത്തോളൂ. പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്പ്ലെൻഡർ ബൈക്കിന്റെ മുകളിൽ അത്രയും ഈ കാക്ക വരി വൃത്തിയായിട്ട് കാണിച്ചു വെക്കും അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഗ്ലാസ്സിൽ കൊത്തുക, ഇതൊക്കെയാണ് എന്റെ സ്ഥിരം പരിപാടി. അങ്ങനെയാണ് ഈ പേര് വന്നത് എന്ന് ഓർത്തോളൂ. കോർവസ് സ്പ്ലെൻഡൻസ്, കോർവസ് അത് ക്രോയാണ്, സ്പ്ലെൻഡർ ബൈക്കിന്റെ മുകളിലൊക്കെയാണ് കൂടുതൽ ഇരിക്കുന്നത് എന്നോർത്തോളൂ, ചുമ്മാ കോട്ടനായിട്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻഡ് ഹൈമനോപെട്രസ് ഫോർമിസിഡേ. ഹൈമനോപെട്രസ് ഫോർമിസിഡേ. ഹൈമനോ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എന്നോർത്തോളൂ. പെട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമന്റെ പാന്റ് എന്നോർത്തോളൂ. ഫോർമിസിഡേ, ഫോർമിക് ആസിഡ് ആണ് ഇത് കടിക്കുമ്പോൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. നമ്മൾ അറിയില്ല, പലപ്പോഴും ഹ്യൂമൻ പാന്റ് ഒക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും പുറത്തു പോകുമ്പോഴായിരിക്കും അകത്ത് കടിച്ച് ഫോർമിക് ആസിഡ് ഇഞ്ചക്ട് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര പ്രശ്നമാണ് അല്ലേ. അപ്പോൾ പാന്റും നിക്കറൊക്കെ എടുത്ത് കുടഞ്ഞിട്ടിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ആൻഡ് പണി തരും. അതാണ് ഹ്യൂമന്റെ പാന്റിൽ ഫോർമിക് ആസിഡ് ഇൻജക്ട് ചെയ്യുന്ന ജീവി. അതാണ് ഹൈമനോപെട്രസ് ഫോർമിസിഡേ. ഹൈമനോപെട്രസ് ഫോർമിസിഡേ. അപ്പോൾ ആന്റിനെ കുറിച്ചിട്ടുള്ള പഠനം മിർമിക്കോളജി അല്ലേ, ഹ്യൂമന്റെ മർമ്മത്തിൽ കടിക്കുന്നതുകൊണ്ടാണ് മിർമിക്കോളജി എന്ന പേര് വന്നു എന്നോർത്തോളൂ. ആന്റിനെ കുറിച്ചുള്ള പഠനം മിർമിക്കോളജി. അങ്ങനെയെങ്കിൽ ബാറ്റ്. ഓക്കെ, ചിറോപ്റ്റെറ. ഓക്കെ, ചിറോപ്റ്റെറ, ചിറകിട്ടടിച്ചാണ് ബാറ്റ് പോകുന്നത്. ബാറ്റ്. ഓക്കെ, ബാറ്റ്മാനൊക്കെ ഓർത്താൽ മതി, അതിൽ വലിയ ചിറവുണ്ടല്ലേ. ചിറോപ്റ്റെറ. ഓക്കെ, ചിറകിട്ടടിച്ച് തെറി വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവി എന്ന് ഓർത്തോളൂ. ബാറ്റിന്റെ സൗണ്ട് ഒക്കെ കേട്ടില്ലേ, അപ്പൊ ചിറോപ്റ്റെറ. ഓക്കെ, അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ട് ഓക്കെ അതിന്റെ എക്കോ ലൊക്കേഷനിലൂടെയാണ് ബാറ്റ് പോകുന്നത്. എന്തെങ്കിലും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അത് സെൻസർ ചെയ്യും. അങ്ങനെയാണ് ബാറ്റ് വവ്വാല് സഞ്ചരിക്കുന്നത്. അപ്പോ ചിറോപ്റ്റെറ, അല്ലാന്നുണ്ടെങ്കിൽ എക്കോ ലൊക്കേഷൻ അല്ലെങ്കിൽ ബൈ സോണാർ എന്നും അതിനെ പറയാറുണ്ട്. സോണാർ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ജലത്തിനുള്ളിലേക്ക് വസ്തുക്കളെ കണ്ടെത്താനായിട്ട് ഈ സൗണ്ട് കടത്തി വിടുകയും അതിൽ എത്ര ആഴത്തിലാണ് തുള്ളുന്നത് എന്ന് പറഞ്ഞ് തട്ടി തിരിച്ചു വരുമ്പോൾ അതിലൂടെ കണ്ടെത്തുക എന്നുള്ളൊരു പ്രതിഭാസമാണ് സോണാർ. അപ്പൊ അതേ രീതി തന്നെയാണ് അൾട്രാസോണിക് അല്ലെങ്കിൽ ബയോ സോണാർ അല്ലെങ്കിൽ എക്കോ ലൊക്കേഷനിലൂടെയാണ് വവ്വാല് സഞ്ചരിക്കുന്നത്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ സയന്റിഫിക് നെയിം ചിറോപ്റ്റെറയാണ്. ചിറോപ്റ്റെറ. അടുത്തത് ഫ്രോഗ്. നമ്മൾ നേരത്തെ ഒരു ഫ്രോഗ് നോക്കി, റാണ ഹെക്സാഡക്ടൈലസ്. ഓക്കെ, അത് നമ്മുടെ നാട്ടിലൊക്കെ കുളത്തിലൊക്കെ കാണപ്പെടുന്ന അല്ലെങ്കിൽ പച്ചത്തവളയാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ചൊറിയൻ തവളയാണ്. അനൂറ റാണിഡേ. ഞാൻ പറഞ്ഞില്ലേ റാണ. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ട് റാണ അല്ലെങ്കിൽ റാണി. ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഫ്രോഗ് ആണ് എന്ന് ഓർത്തോളൂ. അനൂറ റാണിഡേ, ചൊറിയൻ തവള പോലത്തെ ഫ്രോഗാണ് എന്ന് ഓർത്തോളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയത് കുളത്തിലൊക്കെ കാണപ്പെടുന്ന തവളയാണ്. അപ്പൊ അവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബഫല്ലോ. യവനാണ് ബഫല്ലോ. ഓക്കെ, നമ്മുടെ നാട്ടിലെ കാണപ്പെടുന്ന ബഫല്ലോ. അതല്ലാതെ വൈൽഡ് ബഫല്ലോ ഉണ്ട്, ബൈസൺ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കന്നുകാലി വിഭാഗത്തിൽ പെട്ടാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും മൃഗങ്ങളും എന്ന ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കി. ക്ലാസ് കാണാത്തവർ കണ്ടിട്ട് വരിക. എന്നാൽ യവനെയാണ് സാധാരണ കാട്ടുപോത്ത് എന്നറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ. യഥാർത്ഥത്തിൽ അവൻ കാട്ടുപോത്താണോ? അല്ല, നമ്മുടെ ഇവിടെയുള്ള കാട്ടിയാണ്. യവൻ ബൈസനേക്കാളും ഭയങ്കര സൈസ് ഉള്ളതാണ്. ഇത് ഗൗർ എന്നറിയപ്പെടും. ഓക്കെ, അങ്ങനെയെങ്കിൽ ബഫല്ലോയുടെ സയന്റിഫിക് നെയിം ബുബാലിസ് ആണ്. ബഫല്ലോ അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, ബുബാലസ് 2 പ്രാവശ്യം ബഫല്ലോ ആവർത്തിച്ച് പറയുന്നത് പോലെ സയന്റിഫിക് നെയിം ആണ് ബുബാലിസ്. അങ്ങനെയെങ്കിൽ കൗവിന്റെ സയന്റിഫിക് നെയിം ആണ് ബോസ് ടൗറസ്. ഓക്കെ, പശുവിന്റെ ഒക്കെ പാലിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് പശു ഒരു ബോസ് തന്നെയാണ്. അപ്പൊ അവര് നോക്കുമ്പോഴത്തേക്കും രാവിലെ പാല് ഇറക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ബോസ് തറയിൽ കിടക്കുമല്ലേ തൊഴുത്തില്, അതാണ് ബോസ് ടൗറസ്, തറയിൽ കിടക്കുന്ന ബോസ്. ഓക്കെ, പശുവിന്റെ പാല് കൊണ്ട് ജീവിക്കുന്നവർക്ക് ഇത് ബോസ് തന്നെയാണ്. ദാസനും വിജയനും ആദ്യം ചെയ്ത കച്ചവടം എന്താണ്? പാൽ കച്ചവടമാണ്. ശങ്കരാടി ചേട്ടൻ്റെ പശുവിനെ മേടിക്കും അല്ലേ, അത് വെച്ച് ഓർത്താൽ മതി. അപ്പൊ അവരുടെ ബോസ് ആണ്, തറയിൽ കിടക്കും ബോസ് ടൗറസ്. അങ്ങനെയെങ്കിൽ ഗൗറാണ്. ഗൗറിന്റെ പേര് സയന്റിഫിക് നെയിം ബോസ് ഗൗറസ്. യവനാണ് ഗൗറ്. ഓക്കെ, യവൻ കാട്ടിലുള്ള നമ്മുടെ പശ്ചിമഘട്ടത്തിലുള്ള ബോസ് ആണ്, ഭയങ്കര ഗൗരവക്കാരനുമാണ്. ഇവൻ ബൈസൺ അല്ല. ബൈസൺ
അമേരിക്കക്കാരനാണ്. ഓക്കെ, മറ്റേ ക്ലാസ് കാണൂ, അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോ നമുക്ക് മൃഗങ്ങളെ കുറിച്ചിട്ടുള്ള മൃഗങ്ങളുടെ സയന്റിഫിക് നെയിം എക്സാമിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇത്രയുമാണ് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥിരം മത്സര പരീക്ഷകൾ ചോദിക്കുന്നതും ചോദിക്കാൻ സാധ്യതയുമുള്ള സസ്യങ്ങളും അവയുടെ സയന്റിഫിക് നെയിമുമാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. റൈസ് ആണെങ്കിൽ സെറ്റാണ്, അതാണ് ഒറൈസ സെറ്റൈവ, ഒറൈസ സെറ്റൈവ. ഓക്കെ അല്ലേ? അപ്പൊ റൈസ്, ആ റൈസിൽ തന്നെ ഉണ്ട് ഓ റൈസ് ആണെങ്കിൽ സെറ്റ് ആണ്, അതാണ് ഒറൈസ സെറ്റൈവ. അങ്ങനെയെങ്കിൽ തുളസി, തുളസി, തുളസിയുടെ സയന്റിഫിക് നെയിം ഓസിമം സാങ്ക്ടം എന്നാണ്. ഓസിമം സാങ്ക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചോളൂ, തുളസി എന്ന് പറഞ്ഞാൽ നല്ല ഓസം മണമാണല്ലേ, ഓസം മണം. എന്നാൽ തുളസി നിൽക്കുന്നതോ, തുളസി വളരുന്നതോ നാട്ടിലൊക്കെ നമ്മളെ വീടിന്റെ മുറ്റത്തായിരിക്കും, മുറ്റത്തായിരിക്കും. അതാണ് ഓസം മണമുള്ള തുളസി, ഓസമുമാണ് മുറ്റത്തുമാണ് വളരുന്നത്. അതാണ് ഓസിമം സാങ്ക്ടം. സാങ്ക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ മുറ്റം എന്നോർത്തോളൂ, ഓസിമം എന്ന് പറഞ്ഞാൽ ഓസം മണമാണ് എന്നും ഓർത്തോളൂ. അങ്ങനെയെങ്കിൽ കോക്കനട്ട് ട്രീ, കോക്കനട്ട് ട്രീയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും തേങ്ങാ മരമാണ്. അപ്പൊ തേങ്ങാ കുലയെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് ആലോചിച്ചാൽ മതി, ഒരു മ്യൂസിക്, തേങ്ങാ കുലയെ കുറിച്ചിട്ടുള്ള മ്യൂസിക്, അതാണ് കോക്കസ് ന്യൂസിഫെറ. കോക്കസ്, കോക്കനട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ഓർത്താൽ മതി. ഇളം കാറ്റിൽ എവിടെയോ തേങ്ങാ കുലകളാടുന്നു, ആ മ്യൂസിക് ഓർത്താൽ മതി. അപ്പോ കോക്കനട്ട് ട്രീയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങാ കുല ഓർമ്മിച്ചോളൂ, ഇളം കാറ്റിൽ എവിടെയോ തേങ്ങാ കുലയിലാടുന്നു, അതാണ് കോക്കനട്ടിനെ കുറിച്ചുള്ള മ്യൂസിക്, കോക്കസ് ന്യൂസിഫെറ. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ലോട്ടസ്, ലോട്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയാണ്. താമരയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ താമരയെ കുറിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ആലോചിച്ചാൽ മതി. ഏത് താമര? നീലത്താമര സിനിമ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് നീലത്താമര സിനിമയിലെ മ്യൂസിക്, അതാണ് നീലത്താമര. നെലംബോ, നെലംബോ ഒരു നീല ഇല്ലേ, നീലത്താമര സിനിമയിലെ മ്യൂസിക് മ്യൂസിഫെറ, മ്യൂസിഫെറ. ഓക്കെ, അതിൽ എല്ല് മാറ്റി എമ്മ് കൊടുത്താൽ പോരെ, അതാണ് നെലംബോ മ്യൂസിഫെറ. എന്നാൽ കോക്കനട്ട് ആണെന്നുണ്ടെങ്കിൽ കോക്കനട്ടിനെ കുറിച്ചിട്ടുള്ള മ്യൂസിക് കോക്കസ് ന്യൂസിഫെറ. ഇതിന് പകരം എന്നിന് പകരം എമ്മ് കൊടുത്താൽ മതി, കോക്കസ് ന്യൂസിഫെറ, നെലംബോ ന്യൂസിഫെറ. ഓക്കെ, നീല താമരയെ കുറിച്ചിട്ടുള്ള മ്യൂസിക്, അതിലെ നീല നെലംബോ മ്യൂസിക് ലൂസിഫെറ. കോക്കനട്ട് ആണെന്നുണ്ടെങ്കിൽ തേങ്ങയെ കുറിച്ചിട്ടുള്ള മ്യൂസിക്, കോക്കനട്ട് കോക്കോസ് മ്യൂസിക് ന്യൂസിഫെറ. അങ്ങനെയെങ്കിൽ കണിക്കൊന്ന, കണിക്കൊന്ന സിമ്പിൾ ആണ്. നമുക്ക് ക്യാഷ് കിട്ടുന്ന ഫെസ്റ്റിവൽ ഏതാ? വിഷു. വിഷുവിന് എന്താണ് കണിവെക്കുന്നത്? കണിക്കൊന്നയാണ്. അപ്പോ ക്യാഷ് കിട്ടുന്ന ഫെസ്റ്റിവൽ കാഷിയ ഫെസ്റ്റിവല, സോറി കാഷിയ ഫെസ്റ്റുല കണിക്കൊന്ന, കാഷിയ ഫെസ്റ്റുല കണിക്കൊന്ന. ഓക്കെ, അപ്പൊ കണിക്കൊന്ന ക്യാഷ് കിട്ടുന്ന ഫെസ്റ്റിവലിന് വെക്കുന്നത് കാഷിയ ഫെസ്റ്റുല. അങ്ങനെയെങ്കിൽ പെപ്പർ, പെപ്പർ കുരുമുളക് അല്ലേ, കുരുമുളക് കുറച്ച് ഗ്രാം മാത്രം മതിയാവും. അപ്പോ പൈപ്പർ നൈഗ്രം എന്നാണ് പെപ്പറിന്റെ സയന്റിഫിക് നെയിം. പെപ്പർ എന്ന് പറയുമ്പോൾ തന്നെ പൈപ്പർ അതിലുണ്ട്. ഓക്കെ, കുറച്ച് ഗ്രാമിന്റെ അത്രയുള്ള പെപ്പറാണ് കുരുമുളക്. പൈപ്പർ നൈഗ്രം, നൈഗ്രം, നൈഗ്രം. ഓക്കെ, ഇവിടെ ഒരു ഗ്രാമും ഉണ്ട്. പൈപ്പർ നൈഗ്രം ആണ് പെപ്പറിന്റെ സയന്റിഫിക് നെയിം. അങ്ങനെയെങ്കിൽ കാർഡമം, കാർഡമം ഏലക്ക. ഓക്കെ, ഏലക്ക, എലറ്റേറിയ കാർഡമമോസ്. ഓക്കെ, ഇങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ എന്ന് തോന്നുന്നു, എലറ്റേറിയ കാർഡമമോസ്. ഓക്കെ, അതിലെ ഏലക്കയിൽ തന്നെ ഈ എലറ്റേറിയയിൽ ഒരു ഏലക്കയില്ലേ, അത് കറക്റ്റ് അതേപോലെ ഇല്ലേ, എലറ്റേറിയ ഏലക്ക. അതിന്റെ ഇംഗ്ലീഷ് നെയിമാണ് കാർഡമം. ഇവിടെ ഒരു കാർഡമം ഉണ്ട്, കാർഡമമോസ്. എലറ്റേറിയ കാർഡമമോസ് ആണ് ഏലക്കയുടെ ഇത്. ഏലക്കയുടെ മലയാളം, സോറി കാർഡമത്തിന്റെ മലയാളം ഏലക്കയാണ്. അതിൽ ആദ്യമുണ്ട് എലറ്റേറിയ, ഏലക്ക. ഓക്കെ, അപ്പോ ഏലക്കയുടെ ഇംഗ്ലീഷ് കാർഡമം, അത് ഇവിടെയുണ്ട് കാർഡമമോസ്, എലറ്റേറിയ കാർഡമമോസ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ വീറ്റ്, ഗോതമ്പ്. ഓക്കെ, ട്രിറ്റിക്കം ആസ്റ്റീവം, ട്രിറ്റിക്കം ആസ്റ്റീവം എന്നാണ് വീറ്റ്. നമ്മൾ ഇവിടെ നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 ദിക്കിലും എപ്പോഴും വീറ്റ് ആയിരിക്കും. അവർ കൂടുതലും വീറ്റ്, ഗോതമ്പാണ് കഴിക്കുന്നത് അല്ലേ. അപ്പൊ അവർക്ക് വീറ്റേ സെറ്റ് ആവുള്ളൂ 3 ദിക്കിലും. അതാണ് ട്രിറ്റിക്കം, ട്രിറ്റിക്കം 3 ദിക്കിൽ പോയിരുന്നാലും അവർക്ക് സെറ്റ് ആവണം. ആസ്റ്റീവം വീറ്റാണ്. ഓക്കെ, വീറ്റ്, ട്രിറ്റിക്കം, ആസ്റ്റീവം. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ സാൻഡൽ, സാൻഡൽ, സാൻഡൽ. ഓക്കെ, സൻഡാലം ആൽബം ആണ്. ഓക്കെ, പഴയ ആൽബത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പഴയ കല്യാണ ആൽബത്തിലൊക്കെ ഓക്കെ ചന്ദനമൊക്കെ ഇട്ടിട്ടല്ലേ പലരും നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓർത്തോളൂ. പഴയ ആൽബത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൻഡാലം ആൽബം, സാൻഡൽ അല്ലേ. ഓക്കെ, ഈ ഹിന്ദു കല്യാണങ്ങളൊക്കെ ഓർത്താൽ മതി. അപ്പൊ കല്യാണ ആൽബം നോക്കുമ്പോഴത്തേക്കും പലരും ഈ കുറിയൊക്കെ ചന്ദനത്തിന്റെ കുറി തൊട്ടിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോ സാൻഡൽ എന്ന് പറഞ്ഞാൽ ചന്ദനം, അത് പഴയ ആൽബത്തിലുണ്ട്, ആ ആൽബമാണിത്.
ഓക്കെ, സാൻഡൽ അതിൽ തന്നെയുണ്ട്. സെന്റാലം ആൽബം, സെന്റാലം ആൽബം, ചന്ദനം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആൽബം കല്യാണത്തിന്, അങ്ങനെ ഓർത്തോളൂ. അങ്ങനെയെങ്കിൽ ടപ്പിയോക്ക, ഓക്കെ, ടപ്പിയോക്ക മാനിഹോട്ട് യൂട്ടിലിസിമ, നല്ല ചൂട് കപ്പ എന്നാ പറയുന്നത്. ടപ്പിയോക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയാണ്, കപ്പ അല്ലെ, നല്ല ചൂട് കപ്പ ഉണ്ട് എന്നല്ലേ പറയുന്നത്. അതാണ് മാനി ഹോട്ട്, അതാ ഹോട്ട്, ഹോട്ട് ചൂട് കപ്പ, ടപ്പിയോക്ക കപ്പയാണ്. മാനി ഹോട്ട്, മാൻ ഹോട്ടായിട്ട്, മാൻ ചൂടായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് കപ്പ അല്ലെ. മാൻ മനുഷ്യൻ, ഹോട്ട് ചൂടായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യും, അതാണ് ടപ്പിയോക്ക കപ്പ. മനുഷ്യൻ ചൂടായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് ഓർത്തോളൂ, നല്ല ചൂട് കപ്പ, അതാണ് കോഡ്. മാന് ഹോട്ടായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ടപ്പിയോക്ക. അങ്ങനെയെങ്കിൽ നീലക്കുറിഞ്ഞി, ഓക്കെ, സ്ട്രോബിലാന്തസ് കുന്തിയാന. ഓക്കെ, ഒന്ന് ഈ നീലക്കുറിഞ്ഞി വളരുന്നത് ഇതാ നോക്കിയേ, ഈ മലഞ്ചെരിവുകളിലാണ്, മൂന്നാറിലൊക്കെ കൂടുതലായിട്ടും കാണപ്പെടുന്നു നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്. ഇവിടേക്ക് ആന ഇറങ്ങുന്ന വഴിയാണല്ലേ. ഇപ്പൊ നീലക്കുറിഞ്ഞി ഇറങ്ങുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തിയാന ആന ഇറങ്ങുന്ന വഴിയുമാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ, 12 വർഷത്തിലൊരിക്കൽ സ്ട്രോങ് ആയിട്ട് ഓക്കെ പൂക്കുന്ന കുറിഞ്ഞിയാണ് നീലക്കുറിഞ്ഞി. ഓക്കെ, നീലക്കുറിഞ്ഞി നല്ല സ്ട്രോങ് ആയിട്ട് 12 വർഷത്തിൽ സ്ട്രോങ് ആയിട്ട് പൂക്കുന്ന നീല കളറുള്ള കുറിഞ്ഞിയാണ് സ്ട്രോബിലസ് കുന്തിയാന. 12 വർഷത്തിൽ സ്ട്രോങ് ആയിട്ട് സ്ട്രോബിലസ്, ഓക്കെ, കുറിഞ്ഞിയാണ് കുന്തിയാന. അതിലൊരു ആനയുണ്ട്, ആന ഇറങ്ങുന്ന വഴിയുമാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ബനിയൻ ട്രീയുടെ സയന്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈക്കസ് ബംഗാളൻസിസ്. ഓക്കെ, ബനിയൻ ട്രീ, പേരാല്. ഓക്കെ, അതിൽ തന്നെ ഉണ്ട് പേര്. ആരുടെ പേര്? ബംഗാളിയുടെ പേരാണ്. യെസ്, ഫൈക്കസ് ബംഗാളൻസിസ്, ബംഗാളിയുടെ പേര്. അല്ല എന്നുണ്ടെങ്കിൽ ബനിയൻ ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ബനിയൻ ഇട്ട് വരുന്നത് ആരാ? നമ്മുടെ നാട്ടില് ഈ ബംഗാളിൽ നിന്നുള്ള സുഹൃത്തുക്കളൊക്കെ പണിക്ക് വരുമ്പോഴത്തേക്കും അവര് എന്താണ് ബനിയൻ ഇട്ടിട്ടല്ലേ രാവിലെ നിൽക്കുന്നത്. ഓക്കെ, ഫൈക്കസ് ബംഗാളൻസിസ്. അപ്പൊ ബനിയൻ ഇട്ട് പണിക്ക് വരുന്നത് ആരാ? ബംഗാളി സഹോദരങ്ങളാണ്. അപ്പൊ ഫൈക്കസ് ബംഗാളൻസിസ്. ഓക്കെ, അപ്പൊ ബനിയൻ ട്രീ, ബനിയൻ ഇട്ടിട്ട് വരുന്നത്, ജോലിയിൽ ഫോക്കസ് ചെയ്യുന്നത് ബംഗാളികളാണ്. ഫൈക്കസ് ബംഗാളൻസിസ്. അല്ലെങ്കിൽ പേരാര്? ആരുടെ പേരാണ് ഫോക്കസ് ചെയ്യുന്നത്? ഫൈക്കസ് ബംഗാളിയുടെ പേര്, ബംഗാളൻസിസ്. അങ്ങനെയെങ്കിൽ പീപ്പിൾ, അരയാൽ. ഓക്കെ, അരയാൽ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈക്കസ് റിലീജിയസ്. ഓക്കെ, കൂടുതലും ഈ റിലീജിയസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അരയാൽ. ഈ ആലലയൊക്കെ വന്നിട്ട് കൂടുതൽ റിലീജിയസ് ആയിട്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ കൂടുതൽ ഈ ആലിന്റെ മരമൊക്കെ നട്ട് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അരയാലാണെന്നുണ്ടെങ്കിൽ ഫൈക്കസ് റിലീജിയസ്. ഓക്കെ, ഫൈക്കസ് റിലീജിയസ് ആണെങ്കിൽ അരയാല്, അത് ഫോക്കസ് ചെയ്യുന്നത് മതപരമായിട്ടാണ്, റിലീജിയസ് ആണ്, അങ്ങനെ ചുമ്മാ കണക്ട് ചെയ്തോളൂ. അപ്പോൾ അരയാല് ഫൈക്കസ് റിലീജിയസ്. പേരാലാണെങ്കിൽ ബംഗാളിയുടെ പേരിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അരയാലാണെന്നുണ്ടെങ്കിൽ ഓക്കെ റിലീജിയനുമായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ശ്രീബുദ്ധന് ജ്ഞാനോദയം കിട്ടിയത് രാൽമരത്തിന്റെ ചൂടിൽ എന്നല്ലേ പറയുന്നത്, അതും ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പോ പീപ്പിൾ ട്രീ അരയാലാണ്, ഫൈക്കസ് റിലീജിയസ്. എന്നാൽ ബനിയൻ ട്രീ, ബംഗാളിയുടെ ബനിയൻ, അതാണ് ഫോക്കസ് ചെയ്യുന്നത്, ബംഗാളൻസിസ്, ഫൈക്കസ് ബംഗാളൻസിസ്. അങ്ങനെയാണെങ്കിൽ നീമരം, വേപ്പലേക്ക് അൺസഹിക്കബിൾ ആയിട്ടുള്ള കയ്പല്ലേ വേപ്പല, സഹിക്കാൻ പറ്റാത്ത അത്രയും കയ്പാണ് വേപ്പല. ഓക്കെ, അതാണ് അസഡറിക്ക ഇൻഡിക്ക. ഓക്കെ, നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത, അതാണ് അസഡറിക്ക ഇൻഡിക്ക. ഇന്ത്യയിലുള്ള ഒട്ടും സഹിക്കാൻ പറ്റാത്ത കയ്പുള്ള ഇലയാണ് വേപ്പല, അതാണ് നീം ട്രീ, ആര്യ വേപ്പ്. ഓക്കെ, അൺസഹിക്കബിൾ കയ്പാണ്, അതാണ് അസഡറിക്ക ഇൻഡിക്ക, നീം ട്രീ, ആര്യ വേപ്പ്. അങ്ങനെയെങ്കിൽ മാംഗോ. ഓക്കെ, ഇന്ത്യയിലുള്ള മാങ്ങ, അതാണ് മാംഗോ. അതിൽ തന്നെ ഉണ്ട് മാഞ്ചിഫറ ഇൻഡിക്ക. ഇന്ത്യയിലുള്ള മാംഗോയാണ് മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചിഫറ, ഇന്ത്യയിലുള്ള മാങ്ങ എന്നോർത്താണ് മാഞ്ചിഫറ ഇൻഡിക്ക. ഓക്കെ, ഇൻഡിക്ക, മാഞ്ചിഫറ ഇൻഡിക്ക. എന്നാൽ നീം ട്രീ ആണെന്നുണ്ടെങ്കിൽ അസഡറിക്ക ഇൻഡിക്ക. ഓക്കെ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഇന്ത്യയിലുള്ള കയ്പുള്ള ഒരു മരമാണ് ആര്യവേപ്പ് അല്ലെങ്കിൽ നീം ട്രീ. എങ്കിൽ ഒണിയൻ അല്ലിയം സെപ്പ. ഓക്കെ, ഒണിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് അല്ലികളായിട്ടല്ലേ ഇരിക്കുന്നത്, അല്ലിയായിട്ട് നമുക്ക് അല്ലിയായിട്ട് ഒണിയൻ വന്നിട്ട്, ഒണിയൻ തോല് പൊളിക്കുമ്പോഴത്തേക്കും അതിന് നമുക്ക് പൊളിച്ചുകൊണ്ടിരിക്കാം, അതാണ് അല്ലിയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒണിയൻ അല്ലിയം സെപ്പ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലിയായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒണിയൻ അല്ലിയം സെപ്പ.
ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഗാർലിക് വെളുത്തുള്ളി, ഓക്കെ, വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ അല്ലിയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ വെളുത്തുള്ളി സെറ്റ് ആണ് കേട്ടോ. വെളുത്തുള്ളി സെറ്റ് ആയിട്ടുള്ള അല്ലിയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഗാർലിക്. കാരണം വെളുത്തുള്ളി പൊതിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലിയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരുന്നാലും കണ്ണീരൊന്നും വരത്തില്ല. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒണിയൻ ആണെന്നുണ്ടെങ്കിൽ അല്ലിയായിട്ട് സെപ്പറേറ്റ് ചെയ്യാം, പക്ഷെ കണ്ണുനീര് വരും. അത് പലർക്കും ഇഷ്ടമില്ല. പക്ഷെ ഗാർലിക് വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ സെറ്റാണ്, അല്ലിയായിട്ട് സെറ്റായിട്ട് നമുക്ക് പൊലിച്ചെടുക്കാം, കണ്ണീരൊന്നും വരത്തില്ല. ഓക്കെ അല്ലേ? അപ്പോ ഒണിയൻ അല്ലിയം സെപ്പ, ഓക്കെ. ഗാർലിക് വെളുത്തുള്ളി, രണ്ടിലും അല്ലിയുണ്ട്. വെളുത്തുള്ളി ആണെങ്കിൽ സെറ്റാണ്, അല്ലിയം സെറ്റൈവം. ഒണിയൻ ആണെങ്കിൽ അല്ലിയം സെപ്പ, അല്ലിയായിട്ട് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. അങ്ങനെയെങ്കിൽ റബ്ബർ, ഓക്കെ, റബ്ബർ ഹെവിയ ബ്രസീലിയൻസിസ്, ഓക്കെ. റബ്ബർ കൊണ്ട് ഒരു സീലൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നോർത്തോളൂ. ബ്രസീലിയൻസിസ് ഹെവിയാണ്. എത്ര ഹെവി ആയിട്ട് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റും. ഓക്കെ, ബ്രസീലിയൻസിസ് സീലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സീലായിട്ട് നമുക്ക് എത്ര ഹെവി ആയിട്ട് വലിച്ചു നീട്ടാൻ പറ്റും. അല്ലെങ്കിൽ ബ്രസീലിന്റെ പേരിന്റെ കൂട്ടത്തിൽ ബ്രസീൽ ഉണ്ടെന്ന് ഓർത്തോളൂ. ഓക്കെ, റബ്ബർ ബ്രസീൽ ഇങ്ങനെ ഓർത്തോളൂ. ഹെവി ആയിട്ട് ബ്രസീലുകാർ ഉപയോഗിക്കുന്നു റബ്ബർ എന്ന് ഓർത്തോളൂ. ഹെവിയ ബ്രസീലിയൻസിസ്, ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കാഷ്യൂ നട്ട്, ഓക്കെ. അനാകാർഡിയം ഓക്സിഡന്റലെ. കാഷ്യൂനട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആനയുടെ കൊമ്പിന്റെ ഒക്കെ കളറല്ലേ? ഞാൻ അങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്. അനാകാർഡിയം, അതിലൊരു ആനയുണ്ട് എന്ന് ഓർത്തോളൂ. ഓക്കെ, ഓക്സിഡന്റലെ, അനാകാർഡിയം ഓക്സിഡന്റലെ ആണ് കാഷ്യൂനട്ട്. അപ്പൊ ആനയുടെ കൊമ്പിന്റെ കളർ ആയതുകൊണ്ട് അതിലൊരു ആനയുണ്ട് എന്നാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. അനാകാർഡിയം ഓക്സിഡന്റലെ. അങ്ങനെയെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ട്രീ ആർട്ടോകാർപ്പസ് ഹെറ്ററോഫൈലസ്, ഓക്കെ. ജാക്ക് ഫ്രൂട്ട് എന്താ ചെയ്യുന്നത്? ആൾക്കാരൊക്കെ ഹെക്ടർ കണക്കിന് ജാക്ക് ഫ്രൂട്ട് വളർത്തിയിട്ട് ആട്ടോയും കാറും ബസ്സും ഒക്കെ പിടിച്ച് കൊണ്ടുപോകുമല്ലേ? അത് വളർത്തുന്ന ആളുടെ പേര് ഫിലിപ്പാണ്. ഫിലിപ്പ് ഹെക്ടർ കണക്കിന് വളർത്തിയിട്ട് ആട്ടോ, കാറ്, ബസ്, അതാണ് ആർട്ടോകാർപ്പസ്. എന്നിട്ട് ഹെക്ടർ കണക്കിന് ഫിലിപ്പ് വളർത്തിയിട്ട് കൊണ്ടുപോകുന്ന സാധനം ആട്ടോ, കാറ്, ബസ്, ആർട്ടോകാർപ്പസ്, ഓക്കെ. എന്നിട്ട് ഹെക്ടർ കണക്കിന് ഫിലിപ്പ് വളർത്തി, അതാണ് ഹെട്രോഫൈലസ്, ഓക്കെ. ജാക്ക് ഫ്രൂട്ട് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ആട്ടോ, കാറ്, ബസ്, ആർട്ടോകാർപ്പസ്, ഓക്കെ. എങ്ങനെയാണ് വളർത്തിയത്? ഹെക്ടർ കണക്കിന്. ആര്? ഫിലിപ്പ്. ഹെട്രോഫൈലസ്. ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചോളൂ, മാറൂല. ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ജാക്ക് ഫ്രൂട്ട് റോഡിലൂടെ കൊണ്ടുപോകുന്നത് ഓർത്താൽ മതി. ഏതൊക്കെ വണ്ടിയിലാണ്? ആട്ടോ, കാറ്, ബസ്, ആർട്ടോകാർപ്പസ്, ഓക്കെ. എങ്ങനെയാണ്? ഹെക്ടർ കണക്കിന് ഫിലിപ്പ് വളർത്തിയിട്ട്. യെസ്, ഹെക്ടറോഫൈലസ്, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ 4 മണിപ്പൂവ്, 4 o'clock ഫ്ലവർ, കൃത്യം 4 മണിക്ക് അത് പൂത്തിരിക്കുമല്ലേ? അതൊരു മിറാക്കിൾ ആണ്. യെസ്, മിറാബിലസ്. ജലപ്പ എന്ന് പറഞ്ഞാൽ ഷാർപ്പ എന്ന് ഓർത്തോളൂ. ഷാർപ്പ് ആയിട്ട് മിറാക്കിളുമാണ്, ഷാർപ്പുമാണ്. ഓക്കെ, എന്താണ് അതിന്റെ മിറാക്കിളിന്റെ കാര്യം? ഷാർപ്പായിട്ട് 4 മണിക്ക് ആ പൂ വിരിയും. അപ്പോ മിറാബിലസ്, മിറാക്കിൾ, ജലപ്പ, ഷാർപ്പ, മിറാബിലസ്, ജലപ്പ, ഓക്കെ അല്ലേ? അങ്ങനെ എങ്കിൽ അടുത്ത് നമുക്ക് നോക്കാം ഗ്രേപ്സ്, നമ്മുടെ മുന്തിരി, ഓക്കെ. വൈനിനെ കുറിച്ചിട്ടുള്ള പഠനം വിറ്റികൾച്ചർ അല്ലേ? അപ്പൊ അതുപോലെ ഗ്രേപ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഫേമസ് ആയിട്ടുള്ള വീഞ്ഞ്. ഗ്രേപ്സിൽ നിന്ന് എടുക്കുന്ന വീഞ്ഞ്, അതിലും ഒരു വിറ്റിയുണ്ട്. ഇത് ഇങ്ങനെ ഓർത്തോളൂ, വിറ്റിസ് വിനിഫെറ, ഓക്കെ. വിറ്റിസ് വിനിഫെറ, ഓക്കെ. ഗ്രേപ്സ് അല്ലെങ്കിൽ വിറ്റു എന്ന് ഓർത്തോളൂ. വിറ്റിസ് വിനിഫെറ, ഓക്കെ. വിറ്റിസ് വിനിഫെറ. ഗ്രേപ്സ്, വിറ്റു അല്ലെങ്കിൽ വിറ്റികൾച്ചർ ആണ്. വൈൻ ഉണ്ടാക്കുന്നത് കൂടുതലും ഗ്രേപ്സിൽ നിന്നാണ്. അപ്പോൾ ഗ്രേപ്സിൽ അതിലും ഉണ്ട് വിറ്റിസ് വിനിഫെറ, ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ആടലോടകത്തിന്റെ സയന്റിഫിക് നെയിം ജസ്റ്റിക്ക അഡാത്തോഡ. ഞാൻ ഇവിടെ സ്പെല്ലിംഗ് ഇന്റർവ്യൂ മാറിപ്പോയതാണ്. അഡാത്തോഡ എന്നാണ് എഴുതിയിരിക്കുന്നതല്ല, ജസ്റ്റിക്ക അഡാത്തോഡ. അഡാത്തോഡ, ഓക്കെ. ജസ്റ്റിക്ക അഡാത്തോഡ, അതിൽ തന്നെ ഉണ്ട് ആടലോടകം, അഡാത്തോഡ, ഓക്കെ. ജസ്റ്റിക്ക അഡാത്തോഡ. അങ്ങനെയെങ്കിൽ പൈനാപ്പിൾ, അനാനസ് കൊമോസസ്. ആനയ്ക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. ആന പൈനാപ്പിൾ കാട്ടിലൊക്കെ മലഞ്ചെരുവുകളിലൊക്കെ പൈനാപ്പിൾ നട്ടേക്കുമല്ലോ, അവിടെയൊക്കെ വന്നിട്ട് പൈനാപ്പിൾ, കരിമ്പ് ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ആനയെ കുറിച്ച് ഓർത്തോളൂ. അതാണ് അനാനസ് കൊമോസസ്, ഓക്കെ. ആന കൊമ്പ് കൊണ്ട് കുത്തി കഴിക്കും, അതാണ് അനാനസ് കൊമോസസ്. പൈനാപ്പിൾ ആന കൊമ്പ് കൊണ്ടല്ലേ ഇത് കുത്തിയെടുക്കുന്നത്. യെസ്, അനാനസ് കൊമോസസ്. അങ്ങനെയെങ്കിൽ ആപ്പിൾ, ഓക്കെ. മാലസ് ഡൊമസ്റ്റിക്ക.
അല്ലേ? വില കൂടിയ ആപ്പിളൊക്കെ കടയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു നെറ്റ് പോലെ ഇങ്ങനെ മാല പോലെ ഇങ്ങനെ തൂക്കിയിട്ടേക്കും. ഡൊമസ്റ്റിക് കടകളിലൊക്കെ മാല പോലെ തൂക്കിയിട്ടേക്കും വില കൂടിയ ആപ്പിൾ. അതാണ് ആപ്പിൾ മാലസ് ഡൊമസ്റ്റിക്ക ആയിട്ട് നാട്ടിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും വില കൂടിയ ആപ്പിളൊക്കെ ഇങ്ങനെ മാല പോലെ തൂക്കിയിട്ടേക്കും, അതിലിങ്ങനെ സീലൊക്കെ അടിച്ചേക്കും അല്ലേ? ആണ് മാലസ് ഡൊമസ്റ്റിക്ക. ഞാൻ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള കോഡുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോളൂ. അങ്ങനെയെങ്കിൽ തൊട്ടാൽ വാടി മൈമോസ പിടിക്കാൻ പറ്റൂല. പിടിക്കാൻ പോകുമ്പോ തന്നെ ഇത് അങ്ങ് മാടിപ്പോവും അല്ലേ? അതാണ് മൈമോസ പിടിക്ക. ഓക്കെ, പിടിക്കാൻ പറ്റൂല മോശമാണ്. അതാണ് മൈമോസ പിടിക്കാൻ പറ്റില്ല, മോശമാണ്, മുള്ളുണ്ട്, വാടിയും പോവും. മൈമോസ പിടിക്ക, തൊട്ടാൽ വാടി മൈമോസ പിടിക്ക. അങ്ങനെയെങ്കിൽ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് സൺഫ്ലവറും ഓക്കെ ഡെങ്കി മസ്കിറ്റോയുമാണ്. ഡെങ്കി മസ്കിറ്റോ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയി. അപ്പൊ നമുക്ക് നോക്കാം സൺഫ്ലവർ. ഓക്കെ, ഹീലിയാന്തസ് ആനസ്. സൺഫ്ലവർ എന്ന് പറയുമ്പോഴത്തേക്കും സണ്ണിനെ കുറിച്ച് ഓർത്തോളൂ. സൂര്യനിൽ എന്തൊക്കെയാണുള്ളത്? ഹൈഡ്രജനും ഹീലിയവും അല്ലേ? സൂര്യനിൽ നടക്കുന്ന പ്രതിഭാസം ഹൈഡ്രജനെ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ഓക്കെ വളരെ ഉയർന്ന താപനിലയിൽ ഹീലിയം എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് പ്രകാശം ഉണ്ടാകുന്നത് അല്ലെ? മാസിൽ നിന്നും എനർജിയും പ്രകാശവും ഉണ്ടാകുന്ന പ്രതിഭാസം. സൂര്യനിൽ നടക്കുന്ന പ്രതിഭാസം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ. നിങ്ങൾ ഫ്യൂഷൻ സോങ് ഒക്കെ കേട്ടിട്ടില്ലേ? ഈ പ്രോഗ്രാമിലൊക്കെ ഫ്യൂഷൻ സോങ് കളിക്കുക എന്ന് പറയും. അതായത് ഒരുപാട് സോങ് ഒരുമിച്ച് കൂട്ടിച്ചേർത്തിട്ടാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ കൂടിച്ചേരുന്ന പ്രതിഭാസം ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോ സണ്ണിലുള്ളത് ഹൈഡ്രജൻ ഹീലിയം ആകുന്ന പ്രോസസ്സാണ്. അങ്ങനെയെങ്കിൽ സൺഫ്ലവർ ഓക്കെ, അതിലൊരു ഹീലിയം ഉണ്ട്, ഹീലിയാന്തസ് ആനസ്. ഓക്കെ, ഈ ഹൈഡ്രജൻ ഹീലിയം ആവും സണ്ണില്. ആ ഹീലിയത്തിൽ നിന്നുണ്ടാകുന്ന പ്രകാശം ഡെയിലി ഏറ്റുവാങ്ങും സൺഫ്ലവർ. അപ്പൊ ആ സൂര്യനെ പോലെ നിൽക്കും, കണ്ട പ്രകാശം അടിക്കുന്നു. അപ്പൊ ഹീലിയം അന്നന്ന് ഹീലിയം കിട്ടുന്ന ചെടി അപ്പോ സൂര്യനെ പോലെ ആവും. അതാണ് ഹീലിയാന്തസ് ആനസ്. ഓക്കെ, അന്നന്ന് ഓക്കെ ദിനവും ആനസ്, ഹീലിയാന്തസ് ആനസ്. ഓക്കെ, ഹീലിയം അല്ലേ? സൂര്യനുള്ളത് ഹൈഡ്രജനും ഹീലിയമാണ്. ആ ഹീലിയം അന്നന്ന് കിട്ടും, ഹീലിയാന്തസ് ആനസ്. ഓക്കെ, അങ്ങനെ സൺഫ്ലവർ എന്താണ്? സൂര്യനെ പോലെ ആകും എന്ന് ചുമ്മാ ഗോഡനായിട്ട് കണക്ട് ചെയ്തോളൂ. എങ്കിൽ ഡെങ്കി മസ്കിറ്റോ ഓക്കെ, ഡെങ്കി ഫീവർ, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്. ഓക്കെ, ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പ അടിച്ചോളണം. ഓക്കെ, അതാണ് എയ്ഡസ് ഈജിപ്തി. ഓക്കെ, ഇതിനെ അടിച്ച് ഇത് എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അതിന്റെ പേരിലൊരു ഈജിപ്തിയും ഉണ്ട് എന്ന് ഓർത്തോളൂ. ഞാൻ പണ്ട് ഇങ്ങനെ കളിക്ക് ഓർത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊണ്ട് അടിച്ച് കൊന്നിട്ട് വല്ല ഈജിപ്തിലുള്ള വല്ല പിരമിഡിന്റെ അകത്തും കൊണ്ട് കുഴിച്ചിട്ടോളണം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കഴിച്ചു വരും. ഓക്കെ, ഭയങ്കര ഡേഞ്ചർ ആണ്. ഓക്കെ, നമ്മളെ ബ്ലഡിന്റെ കൗണ്ട് ഒക്കെ കുറച്ച് കളയും. ഭയങ്കര ക്ഷീണമാണ് ഈ പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഈ സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടിച്ച് നാട്ടിലൊന്നും ഇട്ടേക്കരുത്, വീണ്ടും കഴിച്ച് വരും. വല്ല ഈജിപ്തിലെ പിരമിഡിലും കൊണ്ട് കുഴിച്ചിട്ടോളണം. അതാണ് ഈഡസ് ഈജിപ്തി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും സയന്റിഫിക് നെയിംസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സയന്റിഫിക് നെയിമും നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ഞങ്ങളുടെ അടുത്ത ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഒന്നും കൂടെ പറയുന്നു, ടെലഗ്രാം ചാനലിൽ ഓക്കെ, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യൂ. അപ്പോൾ വീണ്ടും കാണാം. നന്ദി. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.